എടേ ഫിഷ് കഴിക്കാത്ത ആൾക്കാരുണ്ട് അത്രേ. എന്താല്ലേ എങ്ങനെയാടാ ഇത്രയും പഞ്ഞി പോലെ ഇരിക്കുന്ന പൊരിച്ചമീനോടൊക്കെ നോ പറയുക? അതും വേള പൊരിച്ചതും തേങ്ങക്കരച്ച് ചേർത്ത് നല്ല കൊഴിയാളക്കറിയും പിന്നെ കുറച്ച് ബീട്രൂട്ട് തോരനും കപ്പയും പുളിശ്ശേരി നമ്മൾ തൊടൂല കേട്ടോ, അറിയാല്ല. കപ്പയുടെ വേവ് ഒരു സ്വല്പം കുറവായിരുന്നെങ്കിലും മീൻകറി അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല മീനൊക്കെ പഞ്ഞു പോലത്തെ മീനായിരുന്നേ. അത് രണ്ട് മീനായാലും കൊഴിയാളായിക്കോട്ടെ വേളായിക്കോട്ടെ രണ്ടും ഗംഭീര മീനായിരുന്നു. പഞ്ഞു പോലെ ഇരിക്കുന്ന മീനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ ചിടപടേന്ന് കഴിഞ്ഞു. അമ്മാമ്മ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് എത്ര നാളായെന്നറിയാമോ? സത്യം കേട്ടോ, മിക്ക ദിവസങ്ങളിലും പുട്ട്, അപ്പം, ദോശ എന്നിവയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇടി വെട്ടിയ പോലെ ഈ ഇടിവെപ്പവും അതിൻ്റെ കൂടെ കിടിലം ഗ്രീൻ പീസ് കറി. എടാ ഗ്രീൻ പീസ് കറി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാണ് ഗ്രീൻ പീസ് കറി. ഞാൻ അമ്മമ്മ അടുത്ത് പറഞ്ഞു, അമ്മമ്മ ഇത്രയും നാളമ്മ ഉണ്ടാക്കി തന്ന ഗ്രീൻ പീസ് കറികൾ ഇവനായിരുന്നു ഏറ്റവും ബെസ്റ്റ്. എന്താണെന്നറിയത്തില്ല, ഈ പ്ലേറ്റ് മാറ്റിയേ ഇലയിൽ ഊണ് വരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. കാണാൻ തന്നെ എന്ത് പ്ലീസിങ് ആണെന്നറിയാമോ? അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുഴച്ച് കഴിച്ച് ഇല പെട്ടെന്ന് വൃത്തിയാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.